أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു ഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റബ്ബ് തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നസീബ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞ ആഴ്ചകളിൽ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ, മയ്യിത്ത് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു. കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയേണ്ടത്. പുതുവർഷം, ആ പുതുവർഷത്തിന്റെ ആഘോഷത്തിമർപ്പിലേക്ക് സമൂഹം കടന്നു പോകുന്ന ഈ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പുതുവർഷത്തെ സമീപിക്കേണ്ടത് എന്ന അവസരോചിതമായ ചിന്താശകലങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ ആഴ്ച ആ വിഷയം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിന്റെ ബാക്കി ഭാഗം പറയും. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണല്ലോ. അവസരോചിതമായ വിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രസംഗം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് തെറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ നന്മയതാണല്ലോ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലെ ഗവർണറായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ മദീന വിട്ട് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സൗരഭ്യ സുഗന്ധികളായ സഹാബത്തിനെയും വിട്ട് പരിശുദ്ധവും പരിപാവനവുമായ മദീനയുടെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് യമനിലേക്ക് പോകുമ്പോൾ സങ്കടം അനുഭവപ്പെട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുആദേ, നിന്റെ ശ്രമഫലമായി, നിന്റെ പ്രവർത്തനം കാരണമായി ധാർമ്മിക പ്രബോധനത്തിന് വേണ്ടി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ ഒരാളെയെങ്കിലും പരിശുദ്ധമായ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം കൊടുത്തുകൊണ്ട് സത്യസരണിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ വാദേ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാളും വലുതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, ഒരു സംസാരം കൊണ്ട് ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷ പുലരിയുടെ ഈ സമയത്ത് പുതുവർഷത്തിലേക്ക് കാലെടുക്കാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, എന്തിനാണ് ഇത്രയധികം ആഘോഷിക്കേണ്ടത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതുവർഷം അല്ലെങ്കിൽ തന്നെയും
എല്ലാവരും ആഘോഷത്തിനുറപ്പിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പല ചിന്തകൾ നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖവും ദുഃഖവും ഒരുമിച്ച് കൂടിയ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. സുഖം ശോലയെ നാഗമാക്കാൻ സൃഷ്ടാവ് സൃഷ്ടിച്ച വിശിഷ്ട വസ്തു എന്ന് കവി പറഞ്ഞതുപോലെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സുഖത്തെ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ആ സുഖം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ദുഃഖം അതിന്റെ പിന്നിലുണ്ടാകുമെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. നേട്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നു, കോട്ടങ്ങളിൽ നമ്മൾ ദുഃഖിക്കുന്നു. ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ ഒരുപാട് സന്തോഷവാനായി കാണപ്പെടുന്നു. അതേ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബങ്ങളിൽ വല്ല മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദുഃഖാർത്ഥനായി കാണപ്പെടുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒരു വർഷം അങ്ങ് കടന്നു പോവുകയാണ്. ഈ സമയത്ത് എന്തിനാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? 100 പവനിൽ നിന്നുകൊണ്ട് 1 പവൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 ഗ്രാം കുറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിക്കുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട്, അല്ലാഹു തന്ന ആയുസ്സിൽ നിന്നുകൊണ്ട് 1 വർഷം കുറഞ്ഞു പോകുമ്പോ അവന് ദുഃഖാർത്ഥനായി കാണപ്പെടുന്നില്ല. ആഡംബര പ്രമത്തനായ ജീവിതം നയിച്ചുകൊണ്ട് ഭൗതികതയുടെ സുഖാസ്വാദനങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ മരണം തന്നെ തേടിയെത്തുമെന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ മറന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഫി ഹാദിഹിൽ ഉമ്മ ഹസ്ബൻ വമസ്ഹൻ വഖദ്ഫാ. ഈ ഉമ്മത്തിനൊരവസ്ഥ വരാനുണ്ട്. അവര് ഭൂമി ലോകത്തേക്ക് താഴ്ത്തപ്പെടുന്ന അവസ്ഥ അവർക്ക് വരാനുണ്ട്. ഭൂകമ്പങ്ങളും പേമാരികളും അവർക്ക് ഒന്നിന്റെ പിന്നാലെ ഒന്നായിട്ട് അവരിലേക്ക് വരുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. കോലം മറിക്കപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥകൾ, പ്രകൃതി ദുരന്തങ്ങൾ അവരെ തേടിയെത്തുന്ന ഒരു അവസ്ഥ വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, മത്താ ദാലിക യാ റസൂലല്ലാഹ്, നബിയെ എപ്പോഴാണ് ഇത് വരുന്നത്? ഇങ്ങനെയുള്ള അവസ്ഥകൾ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് സംഭ്രമത്തോടുകൂടി, സംവേദമായ മനസ്സോടുകൂടി, സംഘർഷഭരിതമായ ഹൃദയത്തോടുകൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ പുണ്യകുമാർ അവിടുത്തെ ചെഞ്ചുണ്ടുകളിൽ നിന്നുകൊണ്ട് നിർഗളിക്കുന്ന വിജ്ഞാനത്തിന്റെ മധുനുകരാനെത്തിയ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ ലഹറത്തിൽ കൈനാതു വൽ മആസിഫു വശുരിബത്തിൽ ഖുമൂർ. സംഗീതങ്ങളും വാദ്യോപകരണങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടം വരുമ്പോൾ, ജനങ്ങൾ സംഗീതത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ആഘോഷ ദിനം കിട്ടാൻ വേണ്ടി അവർ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വിവാഹം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസ് വരുമ്പോൾ മനുഷ്യര് ആഘോഷത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് വാദ്യോപകരണങ്ങളും ഇസ്ലാം വിലക്കിയിട്ടുള്ള രൂപത്തിലുള്ള ആസ്വാദനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇന്നത്തെ കല്യാണം എന്ന് പറയുന്നത് പണ്ടുള്ള കല്യാണം പോലെയാണോ സഹോദരങ്ങളെ? എന്നെ കല്യാണം എന്ന് പേരിട്ടിട്ട് അല്ലെങ്കിൽ വേറെ പല പേരിട്ടിട്ട് 1 ദിവസമോ 2 ദിവസമോ നടത്തേണ്ട ഒരു കല്യാണം. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, തലേ ദിവസം കുടുംബക്കാരും മറ്റൊക്കെ ഒന്ന് കൂടും, അതുപോലെ അന്നത്തെ ദിവസം കല്യാണത്തിന്റെ നിക്കാഹ് നടക്കുമ്പോൾ വലീമത്തിന്റെ സുന്നത്ത്, ആ ഭക്ഷണം കൊടുക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു കല്യാണമെങ്കിൽ ഇന്ന് 4ഉം 5ഉം ദിവസവും കല്യാണങ്ങൾ നടക്കുകയാണ്. കാസർഗോഡ് നിന്ന്, മംഗലാപുരത്ത് നിന്ന്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്ന് മലബാറിലെ പല കല്യാണങ്ങളിലും അറിയാൻ സാധിച്ചത് വിദേശത്ത് നിന്ന് പോലും ആളുകളെ കൊണ്ടുവന്നിട്ട് സംഗീത സദസ്സുകൾ നടത്തപ്പെടുന്നു. ആരാണ് ഉത്തമ സമുദായമെന്ന് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരിട്ട് വിളിച്ച സമുദായത്തിന്റെ മക്കള് വിവാഹം അത് മാമാങ്കമായി കൊണ്ടാടുമ്പോൾ
ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള ആസ്വാദന മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു, സഹോദരങ്ങളെ, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? മൻ തശബ്ബഹ മിൻഹും ഫഇന്നഹു മിൻഹും. ആരാണ് മറ്റുള്ള ആളുകളുടെ പാശ്ചാത്യരുടെ സംസ്കാരങ്ങളെ, അവരുടെ ആഘോഷങ്ങളെ കടമെടുക്കുന്നത്, അവരതിൽപ്പെട്ടവരാണെന്ന് പഠിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്കെതിരല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്? പണ്ടുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. ഇന്ന് മതസൗഹാർദ്ദം എന്ന് പേരിട്ടുകൊണ്ട് ലക്കും ദീനുക്കും വലിയതി, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇന്ന് എല്ലാത്തിനും മതസൗഹാർദ്ദത്തിന്റെ പേരിടുകയാണ്. ഓണം വന്നാൽ ക്രിസ്മസ് വന്നാലും നമ്മുടെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സമുദായത്തിന്റെ മക്കൾ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പാനിയുടെ രൂപം ധരിച്ചുകൊണ്ട്, ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപം ധരിച്ചുകൊണ്ട്, കുടുംബസമേതം സെൽഫി എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ പുണ്യപൂമാന്റെ ഈ ഹദീസ് നമ്മൾ കാണാതെ പോകരുത് സഹോദരങ്ങളെ. ന്യൂ ഇയറിന്റെ ആഘോഷ ദിനം വരുമ്പോൾ എത്ര മുസ്ലിമീങ്ങളാണ് കള്ളു കുടിച്ചുകൊണ്ട് കോപ്രാട്ടികൾ കാട്ടിക്കൂട്ടുന്നത്? നിബിധങ്ങൾ പറയുകയാണ്, ഇദാ വഹറത്തിൽ ഖൈനാതു വൽ മആസിഫു, ആഘോഷങ്ങൾ കൂടുന്ന സമയത്ത്, വാദ്യോപകരണങ്ങൾ വർദ്ധിക്കുമ്പോൾ, സംഗീതത്തിന്റെ പിന്നാലെ ജനങ്ങൾ പോകുമ്പോൾ, വശുരിബത്തിൽ ഹുമൂർ, മദ്യപാനം വർദ്ധിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ പഴയ കാലം എടുത്തു നോക്കുമ്പോൾ എത്ര ആളുകൾ കുടിക്കുന്നവരുണ്ടായിരുന്നു? ഇന്ന് നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുടിക്കാത്ത എത്ര ആളുകളുണ്ട്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിന്നാലെ പോകാത്ത എത്ര യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, വിരളമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമ്പോൾ അപ്പോൾ അല്ലാഹുവിന്റെ അദാബ് ലോകത്തേക്ക് ഇറങ്ങും, പ്രളയങ്ങൾ വരും, ഭൂമി കുലുക്കങ്ങൾ വരും, മനുഷ്യനെ കോലും മറിക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയർ വരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? ഇത്രയധികം കൂത്താട്ടങ്ങൾ നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് ഒരു വർഷം അങ്ങ് കഴിഞ്ഞു പോയതിന്റെ പേരിലാണോ? അതിന്റെ പേരിൽ നമ്മൾ എന്തിനു സന്തോഷിക്കണം? ദുഃഖിക്കുകയല്ലേ വേണ്ടത്? കാരണം മരണം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ തീരുമാനം, അചഞ്ചലമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ തീരുമാനം നമ്മിലേക്ക് വരാൻ ഇനി അധികം സമയമില്ല എന്നുള്ളൊരു ചിന്തയില്ലേ നമ്മിലേക്ക് വരേണ്ടത്? ഇനി വരാനുള്ള അവസ്ഥയെ പറ്റി ഓർത്തുകൊണ്ടാണോ നമ്മൾ സന്തോഷിക്കേണ്ടത്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, സൂറത്ത് ഇബ്രാഹീമിന്റെ 7-ാമത്തെ വചനം നോക്കിക്കഴിഞ്ഞാൽ കാണാം, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കേണ്ടത്. വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്കൊരു വർഷം കൂടി ആയുസ്സ് തന്നല്ലോ, എന്റെ കൂടെ ജീവിച്ചവർ, എന്റെ കൂടെ കലാലയങ്ങളിൽ പഠിച്ചവർ എത്ര പേര് മരണപ്പെട്ടു പോയി, എന്റെ സമപ്രായക്കാരായ പലരും മരണപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ എന്നെക്കാളും ഇളയവരായ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയല്ലോ, അവരുടെ മക്കളുടെ വിവാഹത്തിന്റെ അന്ന് അതിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ലല്ലോ, എനിക്ക് അല്ലാഹു തആല തൗഫീഖ് തന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ശുക്ർ ചെയ്യേണ്ടതിന് പകരം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് അല്ലാഹു തആല നൽകിയ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിവൃദ്ധി, ഒരു ഗതി പരഗതിയില്ലാത്ത മനുഷ്യൻ അല്ലാഹു നിഅമത്ത് കൊടുത്തു, സമ്പത്ത് വരുമ്പോ അപ്പൊ എല്ലാം അവൻ മറക്കുകയാണ്. അവരുടെ മക്കളുടെ കല്യാണങ്ങൾ വരുമ്പോ റബ്ബിനെ അവർ മറന്നു പോവുകയാണ്, തന്റെ പഴയകാല ജീവിതത്തെ പറ്റി അവർ മറന്നു പോവുകയാണ്. ഖുർആൻ പറയുന്നു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ അവനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വലിയ അദാബുകൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ,
കഴിഞ്ഞുപോയ കാലത്തെ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യുന്നവരായിട്ട് മാറുക. ഇനി ന്യൂ ഇയർ വരുമ്പോ വരാനിരിക്കുന്ന കാലഘട്ടത്തെ സന്തോഷത്തെ പറ്റിയാണോ നമ്മൾ ആലോചിക്കുന്നത്? നമുക്ക് എന്ത് സന്തോഷിക്കാനാണ് ഉള്ളത് സഹോദരങ്ങളെ? എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ എപ്പോഴാണ് എവിടെ നിന്നാണ് മരിക്കാൻ ആർക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ജീവിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ അവസ്ഥകളിലേക്ക് നോക്കുക, ഭാവി ജീവിതത്തെ നാളെ വരാനുള്ള അവസ്ഥകളെ പറ്റിയിട്ട് നിങ്ങൾ ഓർക്കുക. എന്നിട്ട് നിങ്ങൾ തഖ്വയുള്ളവരായിട്ട് മാറുക എന്ന് അല്ലാഹു പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ന്യൂ ഇയറിന്റെ അന്ന് ആഘോഷ തിമിർപ്പിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ ഭാവി ജീവിതം എന്താകുമെന്ന് നമുക്ക് വല്ല ഉറപ്പുമുണ്ടോ സഹോദരങ്ങളെ? ഇന്നുള്ള ആരോഗ്യം നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് വല്ല ഉറപ്പുമുണ്ടോ? അതുകൊണ്ട് ചെയ്യേണ്ടത്, മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസിബു, നിന്റെ സ്വന്തം ശരീരത്തെ നീ വിചാരണ ചെയ്യുക. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് ആത്മീയമായി എത്രമാത്രം നന്നാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? പാതിരാ സമയത്ത് എൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുന്നുണ്ടോ? ഞാൻ ദുഹാ നമസ്കരിക്കുന്നവരാണോ? നമസ്കാരം കൃത്യമായി ഖളാവാതെ നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് ഖുർആൻ ധാരാളമായി ഓതാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. അതാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ അദാബ് എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല. വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അയ്യതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ വത്തബിയു അഹ്സന മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബികും മിൻ ഖബ്ലി അയ്യതിയകുമുൽ അദാബു ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ അൻ തഖൂല നഫ്സുൻ യാ ഹസ്രത അൻ തഖൂല നഫ്സു യാ ഹസ്രത അലാമാ ഫറത്തു ഫീ ജംബില്ലാഹി വഇൻ കുൻതു ലമിന സാഖിരീൻ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ സുമർ ഇന്ന് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഖുർആനിന്റെ പരിഭാഷകൾ, തഫ്സീറുകൾ നമുക്ക് ലഭിക്കുമല്ലോ. സൂറത്തുൽ സുമറിന്റെ 54-ാമത്തെ വചനം മുതൽ 56 വരെയുള്ള ആയത്തുകൾ പ്രിയപ്പെട്ടവരെ ഒന്നെടുത്ത് മറിച്ചുകൊണ്ട് അതിന്റെ അർത്ഥശകലങ്ങളെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. എപ്പോഴാണ് റബ്ബിന്റെ ദാബറെന്ന് പറയാൻ പറ്റില്ല. അഫഅമിന അഹ്ലുൽ ഖുറാ അയതിഹും ബഅസുനാ ബയാതാ അഫഅമിന അഹ്ലുൽ ഖുറാ അയതിഹും ബഅസുനാ ളുഹാ, ഇങ്ങനെ തുടങ്ങിയിട്ട് അഫഅമിനു മക്റല്ലാ, ഇങ്ങനെ പല ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോൾ നീ നിർഭയനാണോ മനുഷ്യ? പകൽ നീ സഞ്ചരിക്കുമ്പോൾ നീ നിർഭയനാണോ മനുഷ്യ? എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചു പോയി. വയനാടിന്റെ ആ സുന്ദരമായ മലമടക്കുകളിൽ ജീവിച്ച മനുഷ്യർ ഇന്നവരെ ഖബറിലല്ലേ? പല ആളുകളുടെയും ബോഡി പോലും കിട്ടിയിട്ടില്ല. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ന്യൂ ഇയറിന്റെ ആഘോഷ തിമർപ്പിലേക്ക് കടന്നു പോകാൻ സാധിക്കും? അന്ന് മതമത്തനായിട്ട് കള്ളു കുടിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് എങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഹംസൻ ഖബ്ല ഹംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഓർക്കുക. ഒന്നാമതായിട്ട് ഹയാതുക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പുള്ള ജീവിതം, ആ ജീവിതം നിങ്ങൾ ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. വസിഹതുക ഖബ്ല സഖമിക, അതുപോലെ രോഗം വരുന്നതിന് മുമ്പുള്ള അല്ലാഹു തന്ന നല്ല ആരോഗ്യകരമായ അവസ്ഥ, അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക. മാക്സിമം അല്ലാഹുവിന് വേണ്ടി മുതലാക്കാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിലായി കഴിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വഫറാഉക ഖബ്ല ശുഗ്ലിക, ഒഴിവ് സമയം, തിരക്ക് വരുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം, അത് റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ശബാബുക ഖബ്ല ഹറമിക, വാർദ്ധക്യത്തിന് മുമ്പുള്ള നല്ല ആരോഗ്യ സമയം, നിന്റെ ചെറുപ്പം, അത് നീ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഖബ്ല ഹറമിക,
വാർദ്ധക്യം വരുന്ന അതിന് മുമ്പ് നല്ല ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഘന നിനക്ക് തരുമ്പോ, നീ ഖനിയായി മാറുമ്പോ, ഫഖർ നിന്നിലേക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള അവസ്ഥ അത് നീ നല്ല രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഡിസംബർ മാസം തീരാൻ വേണ്ടി പോകുമ്പോൾ, ജനുവരിയിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിഞ്ഞുപോയ കാലത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാളും ആത്മീയമായി എല്ലാ നിലക്കും പുരോഗതി കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതുവർഷത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അല്ലാതെ പുതുവർഷം വരുമ്പോ ന്യൂ ഇയറിന്റെ ആഘോഷത്തിൽ അനാശാസ്യ പ്രകടനവുമായിട്ട് അന്നത്തെ ദിവസം ആ ദിവസത്തെ കൊണ്ടാടാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. യഥാർത്ഥത്തിൽ മുഹറം മാസം വരുമ്പോഴാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് വരേണ്ടതുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതം പ്രിയപ്പെട്ടവരെ, ഏത് സമയത്താണ് അള്ളാഹുവിന്റെ അദാബ് നമ്മിലേക്ക് കടന്നു വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.